കൊല്ലത്താണ് പരിശീലനത്തിനായി വന്നത്. അവിടുത്തെ പരിശീലനത്തിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് തമിഴ്നാട്ടിൽ പോയി കളിക്കാൻ അവസരം ലഭിക്കുകയും അവിടെ നിന്നും രണ്ട് കുട്ടികളെ ഇന്ത്യയിൽ നിന്നും ഉള്ള പ്രമുഖ ക്ലബിലേക്ക് സെലക്ട് ചെയ്യുകയും അവിടെ നിന്നും സ്വീഡനിലേക്ക് കളിക്കാൻ ഈ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞതിൽ ആ നിമിഷത്തെ അദ്ദേഹത്തിൻ്റെ പരിശീലനത്തെയും അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമത്തെയും നല്ല രീതിയിൽ സ്വീകരണം നൽകിയ ഈ പേപ്പർ ഉപകാര സംഘത്തിൻ്റെ കുടുംബത്തോട് ശാഖയ്ക്കും ഈ ബോർഗേ മെഡിക്കൽ സെൻ്ററിലെ ഉപാസകർക്ക് എല്ലാവർക്കും പ്രത്യേകിച്ചും ഇതിൻ്റെ നേതൃത്വം നൽകുന്ന തമ്മിലാരി ആർച്ചൽ ബാബുവിനും ഈ സംഘത്തിലെ എല്ലാവർക്കും അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പേരിലുള്ള ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വിവിധ തരത്തിലുള്ള ധർമ്മപ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഇന്ന് സമാപനം കുറിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ ഈ സ്വീകരണം കൊടുത്ത ആനന്ദബോധി 3 മാസക്കാലം മുമ്പ് ബാംഗ്ലൂരിൽ നടന്ന മെഡിറ്റേഷൻ കുട്ടികൾക്കുള്ള മെഡിറ്റേഷൻ കോഴ്സിൽ പങ്കെടുക്കാൻ പോയത് ഒരു വരുത്തിരിവായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് മെഡിറ്റേഷൻ ചെയ്യുകയും അവിടെ അദ്ദേഹത്തിന് ആ കുഞ്ഞിന് പുതിയ തരത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ അവിടെ നിന്ന് ലഭിക്കുകയും അത് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി അദ്ദേഹത്തിന് അവിടെ നിന്ന് ലഭിച്ചതായിട്ടാണ് നമുക്ക് തോന്നാൻ കഴിയുന്നത്. കാരണം പെട്ടെന്നാണ് ഒരു വരുത്തിന് പോലെ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളുകളിൽ പഠിക്കുകയും ഫുട്ബോൾ കളിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ആ മേഖലയിൽ പരിശീലിക്കുകയും അത് പ്രായോഗിക തലത്തിൽ അതിൻ്റെ ഒരു നല്ല റിസൾട്ടിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതും നമ്മുടെ ബാംഗ്ലൂർ മഹാബോധി സൊസൈറ്റിയിലെ അനുഭവങ്ങളായിരിക്കും. അതും കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അതിനെല്ലാം കാരണമായിട്ടുള്ള നമ്മുടെ ഈ പ്രഭുദ്വാര സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും ധർമ്മ ആചരണത്തിൻ്റെയും ധർമാഭ്യാസത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നടന്നത്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ഞാൻ ഈ വ്യക്തിപരമായ പേരിൽ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ധമ്മം അഭ്യസിക്കുന്നതിൻ്റെ ഇവിടെ ധമ്മ പ്രഭാഷണങ്ങൾ പല ദിവസങ്ങളും നടക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഈ ധമ്മം അഭ്യസിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ ഈ മറ്റുള്ള ഈ സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലേക്കും നമുക്ക് ഇതിൻ്റെ പ്രാധാന്യം എത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം ആനുകാലിക സാഹചര്യങ്ങൾ, സാമൂഹിക സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്തരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വ്യക്തിയെ നല്ല വ്യവസ്ഥ ഉണ്ടാകണമെങ്കിൽ നല്ല വ്യക്തികൾ ഉണ്ടാകണം. നല്ല വ്യക്തികൾ ഉണ്ടാകുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം തന്നെയാണ് ധർമാഭ്യാസം എന്നത്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കുടുംബങ്ങളിലേക്കും എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ നമുക്കറിയാം. കാലഘട്ടം പുരോഗമിക്കുന്നതനുസരിച്ച്, ലോകം പുരോഗമിക്കുന്നതിനനുസരിച്ച് പല കാര്യങ്ങളും നിയമവിധേയമാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പല കാര്യങ്ങളും ഉദാഹരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മളത് ചർച്ച ചെയ്യാതിരുന്ന കാര്യമില്ല. പല കുടുംബങ്ങളിലും തകർച്ചകളാണ്. പല കുടുംബങ്ങളും നല്ല രീതിയിൽ ജീവിച്ചു ചേർന്ന പല കുടുംബങ്ങളും ഭാര്യ ഭർത്താക്കന്മാരും കുട്ടികൾ വഴിതെറ്റിപ്പോവുകയും ഭാര്യ ഭർത്താക്കന്മാർ ഡൈവേഴ്സ് ആവുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. കാരണം നിയമപരമായി പലതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യവസ്ഥയുള്ളപ്പോൾ നിയമം പലതിനെയും സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ സമൂഹത്തിലുള്ള യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നതിന് ഇന്ന് നിയമം പോലും അങ്ങനെ അതിനെ അനുകൂലിക്കുന്ന, അതായത് പ്രായപൂർത്തിയായവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ ജീവിക്കാം എന്നുള്ള ഒരു നിയമവ്യവസ്ഥയാണ് എല്ലാ രാജ്യങ്ങളും, പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ നമ്മുടെ രാജ്യങ്ങളിലും കടന്നു വന്നിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് നിയമത്തെക്കാളും അപ്പുറമാണ് സദാചാരം. അവിടെയാണ് ബുദ്ധൻ പറഞ്ഞ ധർമ്മത്തിന്റെ പ്രസക്തി എന്ന് കാണുന്നത്. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും പരിശീലിച്ച് പഠിക്കുന്ന 5 ശീലങ്ങൾ, അതിൽ നിന്നാണ് ഏറ്റവും നല്ല വ്യക്തിയെ വാർത്തെടുക്കാൻ പറ്റും. തീർച്ചയായും കുടുംബ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നതിന് ആ ധമ്മത്തിന്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണെന്നാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലെ കുടുംബ അന്തരീക്ഷങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഇത് അഭ്യസിക്കുന്നവരെന്ന നിലയിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമുക്ക് പുറത്തുള്ള സമൂഹത്തിലേക്ക് ഇത് വ്യാപിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി കാഴ്ചവെക്കുവാൻ അത് അടിയന്തരമാണ്. കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ, നിയമം
പല നിയമം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നതിന്, അല്ലെങ്കിൽ അതിക്രമങ്ങൾ നിലയ്ക്ക് നിർത്താൻ നിയമം, അതിക്രമികളെ നിലയ്ക്ക് നിർത്താനാണ് നിയമം. പക്ഷെ അത് നിയമത്തിന് ഫോഴ്സ് അവിടെ ആവശ്യമാണ്. അക്രമികളെയും പീഡിതരെയും പീഡിപ്പിക്കപ്പെടുന്നവരെയും ഒക്കെ നിലയ്ക്ക് നിർത്തുന്നതിന് വേണ്ടി നിയമത്തിന്റെ ഫോഴ്സ് ആണ് ആവശ്യം, അതിന്റെ പ്രയോഗമാണ്. പക്ഷെ ഒരു മനുഷ്യൻ സ്വമരസാലെ നല്ല മനുഷ്യനായി മാറണമെങ്കിൽ ധർമ്മാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന ആ തിരിച്ചറിവ് നമുക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടതായിട്ട് കൂടി നമ്മൾ ആ കടമ കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഈ മഹനീയ സദസ്സിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമോ ബുദ്ധായ. ജയ് ഭീം.